നമസ്കാരം. മോളിവുഡ് ടൈംസ് അഭിനവ് സുന്ദർ നായക് സംവിധാനം ചെയ്ത സിനിമ രാമു സിനിലാണ് റൈറ്റർ. കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് നെസ്ലനാണ്. സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് നെസ്ലനാണ്. നെസ്ലന്റെ ഗംഭീര പെർഫോമൻസ് ആണ് എടുത്ത് പറയേണ്ടത്. പൊതുവെ നെസ്ലിൽ നിന്ന് നമ്മൾ കണ്ടിട്ടുള്ള തരത്തിലുള്ള ഒരു ക്യാരക്ടറോ അല്ലെങ്കിൽ പെർഫോമൻസോ അല്ല ഇതിനകത്തുള്ളത്. എൻറ്റയർലി ഡിഫറെന്റ് ആയ ഒരു ക്യാരക്ടറാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രമായ വിനീത്. അത് നെസ്ലൻ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തു എന്നുള്ളതാണ്. സിനിമ സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് സീനുകളുണ്ട്, കിടുവാണ്. ഭയങ്കര മനോഹരമായി എടുത്തിട്ടുള്ള റൈറ്റ് ചെയ്തിട്ടുള്ള സീനുകളാണ്. ജഗദീഷാണ് ആ ഒരു ഏരിയയിൽ മെയിനായിട്ട് പെർഫോം ചെയ്തത്. മനോഹരമായി തന്നെ ജഗദീഷ് പെർഫോം ചെയ്തിട്ടുണ്ട്. സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴും ആ ഒരു ഫസ്റ്റ് ഭാഗം ഭയങ്കരമായിട്ട് മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്. നെസ്ലൻ അവതരിപ്പിക്കുന്ന കേന്ദ്ര കഥാപാത്രമായ വിനീത് സിനിമാ സംവിധായകനാകാനുള്ള ആഗ്രഹം കൊണ്ട് നടക്കുന്ന ആളാണ്. നെസ്ലന്റെ ക്യാരക്ടറിന്റെ ട്രാവൽ തന്നെയാണ് സിനിമ. നെസ്ലൻ ഒരു സിനിമാമോഹി ആവുന്നത് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് സിനിമാ സംവിധായകനാവാനുള്ള ഒരു താല്പര്യം വരുന്നത്, ആ ഒരു എയിം വരുന്നതെന്നൊക്കെ സിനിമ വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. വിനീതിന്റെ ലൈഫിലെ പല സമയങ്ങളിലുള്ള ഇൻസിഡൻസ് ആണ് കാണിക്കുന്നത്. കാരണം ഒരു ഡയറക്ടറിലേക്കുള്ള ഒരു ട്രാവൽ എത്രത്തോളം ഡിഫിക്കൽട്ട് ആണ് എന്ന രീതിയിലും, അതുപോലെ തന്നെ വിനീതിന്റെ ചുറ്റിലും വന്നു പോകുന്ന വിനീതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ആളുകളുടെ സ്വഭാവം മറ്റു കാര്യങ്ങളൊക്കെ ഇതിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ഭയങ്കര എൻഗേജിംഗ് ആയിരുന്നു. പ്രത്യേകിച്ചും നെസ്ലിൽ നിന്ന് തീർത്തും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസും ക്യാരക്ടറൊക്കെ വന്നതിന്റെ ഒരു ഭയങ്കര ഫ്രഷ്നെസ് സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. മുകുന്ദനുണ്ണി അസോസിയേറ്റ്സുമായിട്ടൊക്കെ ചില സിമിലാരിറ്റി സിനിമയ്ക്ക് പല കാര്യങ്ങളിലൊക്കെ ഉണ്ട്. കാരണം അഭിനവ് സുന്ദർ നായക് ഒരു കൺവെൻഷണൽ ആയിട്ടുള്ള സിനിമയല്ല, അല്ലെങ്കിൽ കൺവെൻഷണൽ ആയിട്ടുള്ള സ്റ്റോറി അല്ല എടുത്തിരിക്കുന്നത്. പൊതുവെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് തിന്മയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന നായകൻ, അവസാനം വില്ലനെ ഇടിച്ചിട്ട് കയ്യടി നേടുന്ന നായകൻ, നന്മ ചെയ്യുന്ന നായകനായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ നന്മയായിരിക്കും എല്ലാ സിനിമകളിലും വിജയിച്ചു വരിക. അങ്ങനെ കുറെ പാറ്റേൺ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇതിൽ അങ്ങനെയല്ല. ആ ഒരു കൺവെൻഷണൽ പാറ്റേൺ ഒക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു കഥ പറച്ചിലാണ്. മേക്കിങ്ങിൽ കൺവെൻഷണൽ ആയിട്ടുള്ള രീതി തന്നെയാണ്, പക്ഷെ എന്നാൽ കഥ പറച്ചിലുകളിലും അതുപോലെ തന്നെ സിനിമയിൽ സംഭവിക്കുന്ന കാര്യങ്ങളിലും ഒക്കെ അൺകൺവെൻഷണൽ ആയിട്ടുള്ള ഒരു പാറ്റേൺ തന്നെയാണ് മുകുന്ദനുണ്ണി പോലെ അഭിനവ് സുന്ദർ നായക് ഇവിടെയും കൊണ്ടുവന്നിട്ടുള്ളത്. സിനിമയുടെ ആദ്യ പകുതി വളരെ എൻഗേജിംഗ് ആയിരുന്നു. എന്നാൽ സെക്കൻഡ് ഹാഫ് അത്രത്തോളം എൻഗേജിംഗ് ആയി ഫീൽ ചെയ്തിട്ടില്ല. ഇതിന്റെ പ്രധാന കാരണം സിനിമാ മേഖലയ്ക്കുള്ളിലുള്ള കുറെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് അത്ര എൻഗേജിംഗ് ആയി എടുത്തു വെക്കാൻ അഭിനവന് കഴിഞ്ഞിട്ടില്ല. നായകൻ അദ്ദേഹത്തിന്റെ എയിമിലേക്കുള്ള ഒരു ട്രാവൽ തുടരുകയും പല സ്ഥലങ്ങളിലും പല ആളുകളിൽ നിന്നൊക്കെ വരുന്ന ചതികളും കാര്യങ്ങളൊക്കെയാണ്. അത് പക്ഷേ കുറച്ച് ഓവർലോഡഡ് ആയിട്ട് സെക്കൻഡ് ഹാഫിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഭയങ്കര കുത്തി നിറച്ചൊരു ഫീലും സെക്കൻഡ് ഹാഫിൽ വരുന്നുണ്ട്. എന്നാൽ കൂടെയും ക്ലൈമാക്സിനോട് അടുപ്പിച്ച് സിനിമ ബെറ്റർ ആവുകയും തരക്കേടില്ലാത്തൊരു ക്ലൈമാക്സ് വരികയും ചെയ്യുന്നുണ്ട്. പേഴ്സണലി ഒരു ഡീസന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ നെസ്ലന്റെ പെർഫോമൻസ് എടുത്തു പറയണം, ഗംഭീരമായിരുന്നു. ഇതുവരെ പുള്ളിയുടെ കരിയറിൽ കണ്ടിട്ടുള്ള മികച്ച പ്രകടനങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ ഒരു ചിത്രത്തിലുള്ളത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ജെയ്സ് ബിജോയുടെ സ്കോറും അതുപോലെ മ്യൂസിക്കും ഒക്കെ. നല്ല പാട്ടുകളുണ്ട്, അതുപോലെ തന്നെ സ്കോറും കാര്യങ്ങളൊക്കെ നന്നായി തന്നെ വന്നിട്ടുമുണ്ട്. സംവിധായകന് പറയാനുള്ളത് ആവുക സിനിമ എന്നതിനപ്പുറത്തേക്ക് നല്ലൊരു കഥ, കാണാൻ വരുന്ന പ്രേക്ഷകന് എൻഗേജ് ചെയ്തുകൊണ്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ, ഇതൊക്കെ ഒരു സിനിമയുടെ ആത്യന്തികമായ പേർപ്പസ് തന്നെയാണ്. പ്രത്യേകിച്ചും ഒരു കൊമേഴ്സ്യൽ എന്റർടൈനറിന്റെ ആ നിലയ്ക്ക് കൂടെ നോക്കുമ്പോൾ സിനിമ അത്രത്തോളം എന്റർടൈനിങ് അല്ല. 2 മണിക്കൂർ 50 മിനിറ്റുള്ള ഒരു സിനിമ അങ്ങനെ പ്രേക്ഷകനെ പിടിച്ചിരുത്തണം. അത് ഫസ്റ്റ് ഹാഫിൽ വിജയിക്കുന്നുണ്ടെങ്കിലും സെക്കൻഡ് ഹാഫിലേക്ക് അഭിനവൻ അത് കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. പല ഇടങ്ങളിലും കുറച്ചൊരു വലിച്ചിലൊക്കെ സെക്കൻഡ് ഹാഫിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അഭിനവ് സുന്ദർ നായകന്റെ രണ്ടാമത്തെ സിനിമ എന്നുള്ള നിലയ്ക്ക് മുകുന്ദനുണ്ണിയോട് താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയല്ല. മുകുന്ദനുണ്ണിക്ക് താഴെ നിൽക്കുന്ന ഒരു സിനിമ തന്നെയാണ് തന്നിട്ടുള്ളത്. എങ്കിൽ പോലും തിയേറ്റർ വാച്ചിൽ ഒരു ഓക്കെ ഫീൽ അല്ലെങ്കിൽ ഒരു ഡീസന്റ് ഫീൽ ഒക്കെ തന്നെ ഉണ്ട്.